ജമുന പാരി. ആ സ്നേഹത്തോടെ വേണമെങ്കിൽ നമുക്ക് പ്യാരി എന്ന് ചേർത്ത് ജമുന പ്യാരി എന്ന് വിളിക്കാം. എന്താണെന്നല്ലേ ഇപ്പൊ പറയാം മാഷേ. ദിസ് ഇസ് RJ രാധിക ഓൺ ക്ലബ് FM 94.3. ജമുന പ്യാരി ഒരു ആടാണ്, ഒരു റെയർ ബ്രീഡ് ഓഫ് ഗോട്ട്. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ജമുന പ്യാരി ആടുകളെ ആവശ്യമുണ്ട്. ഒരു കുടുംബത്തിന്റെ കടത്തിന്ന് രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് ശ്രമമാണ്. എന്തെങ്കിലും പിടുത്തമുണ്ടെങ്കിൽ, ആരുടെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കും മാഷേ. വിളിക്കേണ്ട നമ്പർ 23209443. രാധിക പൊളിച്ചൂലോ. ഞങ്ങളുടെ നാട്ടുകാരിയാ. ഇന്റർവ്യൂവിന് ഞാനാ കൊണ്ടുപോട്ടെ. ഒറ്റ കോളൊന്നുമില്ലല്ലോ പ്രകാശട്ടോ. പരസ്യം എല്ലാത്തിലും വന്നിട്ടുണ്ടാവില്ലേ? ഞാൻ ഫുൾ ചെക്ക് ചെയ്താണ്, എല്ലാ പേപ്പറിലും വന്നിട്ടുണ്ട്. നീ വണ്ടി ഓടിച്ചേ? വണ്ടി ഓടിക്കുന്ന നീ? ഹലോ, അല്ല സാബുട്ടനല്ല വാസുട്ടനാണ്. കാണാതെ സൈക്കിളിലല്ലേ? ഞങ്ങളെത്താനായി ഒരു 2 മണിക്കൂർ. അവൻ വണ്ടി ഓടിക്ക. എന്തുട്ടാ സീറ്റാ? ഞാൻ സൈഡ് സീറ്റില്. ഫ്രണ്ടിലത്തെ സൈഡ് സീറ്റില്. എന്തേ? ഹലോ ഹലോ, കോൾ കേട്ടാലോ? റേഞ്ച് പോയതാവും. റേഞ്ച് മൊത്തത്തിൽ പോയതാവും. എന്താ? ഒന്നുമില്ല. നിർത്തി. ഹലോ, റേഞ്ച് ഉണ്ട്. പറയ്, ഇപ്പൊ കേൾക്കണ്ടോ? എന്ത് എന്താ? ഞങ്ങളിപ്പോ തന്നെ എത്താ. ഇത് തൃശ്ശൂരെത്താനായില്ലേ? ഇപ്പൊ തന്നെ വരൂ. മോനെ വിട്ടോ വണ്ടി. എങ്ങോട്ടേക്ക്? വിട്ടോ. വണ്ടി എടുക്കണ. വൈപ്പിന് സാധനം ഉണ്ട്. വൈപ്പിന്? കൊച്ചിക്ക് വിട്ടോ. ഞങ്ങ അങ്ങനെ തൃശ്ശൂർ കല്യാണത്തിൽ പോയി മടങ്ങി വരുമ്പോളേ ആ റേഡിയോയില് ജോക്കി കൊച്ചു പറയണ്ടായിരുന്നേ ജിമ്മിനാ പ്യാരിന്ന്. അപ്പൊ തന്നെ ഞങ്ങൾ വിളിച്ചതാണ്. മൊത്തം 9 എണ്ണത്തിന് ഞങ്ങ തരും. വില എഗ്രിമെന്റും ഒക്കെ നിങ്ങ പറയണ പോലെ. ഞങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടാ. എന്തൊട്ട് കണ്ടീഷൻ? ഞങ്ങൾക്കിടെ ഒരു മോനുണ്ടേ, ഭയങ്കര മിടുക്കനാ, ടോണി കുറിച്ചിങ്കൽ. ഈ കരയിലൊക്കെ ഭയങ്കര ഫേമസ് അവൻ. എന്റെ സൗന്ദര്യം ഇച്ചായന്റെ ബുദ്ധി അവന് കിട്ടിയിരിക്കണത്. തിരിച്ചാവാഞ്ഞത് ഭാഗ്യം. ഒന്നുമില്ല. അല്ല, എന്താ കാര്യം? ഞാൻ പറയാം. അവനൊരു സിനിമാ സംവിധായകനാണ്. ഏതാ പടം? എന്ന് വെച്ച് ഒരുമാതിരി തിയേറ്ററിൽ കളിക്കണ പടമൊന്നുമല്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെയാണ് ഇവന്റെ പടം സാധാരണ റിലീസ് ആവണത്. അതേ തിയേറ്ററാ? ഓപ്പറേഷൻ തിയേറ്റർ മിണ്ടാണ്ട്. ഈ വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് ലൈക്കാണോ കൊണ്ടുവന്നേക്കണത്. വലിയ നിരൂപകനുമാ. എത്ര സിനിമകൾ കാണുന്നോ അവൻ ഫേസ്ബുക്കിൽ റിവ്യൂ എഴുതി നശിപ്പിച്ചേക്കണത്. ആളും എടുക്കനാ. അവന്റെ തരൂ തന്നു എന്ന ഷോർട്ട് ഫിലിമിന് കരയുന്ന അവാർഡൊക്കെ കിട്ടി. അവനിപ്പോ പുതിയ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കണേണ്. അതെ, ഈ കണ്ടീഷൻ എന്തിട്ടാണ്? നിങ്ങളുടെ ജമുന പ്യാരി കഥ റേഡിയോ കൊച്ചു പറഞ്ഞത് കേട്ടപ്പോ അവനതിലൊരു സിനിമ കണ്ട് അവൻ നിങ്ങളുടെ യാത്രാ അന്വേഷണമൊക്കെ ഒരു സിനിമയാക്കി ഷൂട്ട് ചെയ്യണമെന്ന്. അതിന് നിങ്ങൾ അവനെ കൂടെ കൂട്ടണം. അവൻ നിങ്ങളുടെ കൂടെ താമസിച്ചിറങ്ങി അവന്റെ മൊബൈലിൽ പടം പിടിച്ചോളും. ഈ ഞങ്ങളുടെ കൂടെ കൂട്ടാന്നൊക്കെ പറഞ്ഞ അത് ശരിയാവില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ ആടിനെ തരുള്ളൂ. അത്രേ ഉള്ളൂ. കൂട്ടിയല്ലോ, കൂട്ടി കഴിഞ്ഞു. അതെ, അതിനിപ്പോ എന്തുട്ടല്ലേ പ്രകാശേട്ടാ? ആളെവിടെയാണ്? ഞാൻ വിളിക്കാം. സ്ക്രിപ്റ്റ് എഴുതുവാ. നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് വിളിച്ചാ മതിയല്ലോ എന്ന് വെച്ച്. മോനെ ടോണി കുഞ്ഞേ. ടോണി 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 കമ്പനി ഞാൻ മാത്രം ബ്രോ അതെ. നീ ബ്രോ അല്ല. ഈ ഓൾമാൻ ഉണ്ടോ കൂടെ? കിം കിഡുക്കിന്റെ ലുക്കാണല്ല. ഇവൻ ശരിയാവില്ല കേട്ടോ. പൊളിച്ച് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ്. ഈ പടം ഉണ്ടല്ല വെറുതെ റോക്കിംഗ് ഹിറ്റാണ് വെച്ചാനെ. അത് മതി. ഈ കൈക്ക് എന്താ പറ്റിയേ? തരാൻ കണ്ടവർ തന്നതാ. എന്താണ് ടൂടെ? അത് സൂപ്പർ ഷോർട്ട് ഫിലിം അല്ലേ? ഇത് ഞാൻ സെൽഫി എടുത്തോണ്ടിരുന്നപ്പ സൈഡിൽ കൂടെ ബൈക്ക് ഓടിച്ചാണ്. നൈസായിട്ട് ഫ്ലിപ്പായി. പക്ഷെ ആ സെൽഫി കണ്ടല്ലോ 500 ലൈക്സ് ആണ്. ഇവൻ എന്താ നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാ. അപ്പോ ഈ ആടുകള് തൊട്ടപ്പുറത്തെ കരയിലാണ്. നിങ്ങ ഒരാള് പോരി, ബാക്കിയുള്ളവരൊക്കെ കൊച്ചിക്ക് വിട്ടോ. ആടിനെ ഞങ്ങൾ അവിടെ തരാം.